സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ ഇസ്ലാം 2008 മെയ് 2 മുതൽ 11 വരെ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള നദുവത്തുൽ മുജാഹിദീനും പോഷകഘടകങ്ങളായ ISM-ഉം MSM-ഉം MGM-ഉം കാലികവും ശ്രദ്ധേയവുമായ മാറ്റത്തോടെ സാൽവേഷൻ വീണ്ടും സംഘടിപ്പിക്കുന്നു. സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ ഇസ്ലാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അതിന്റെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് സാൽവേജ് എന്ന് പറയുന്നു. അതുപോലെ അവിശ്വാസത്തിന്റെയും അധർമ്മത്തിന്റെയും തിന്മയുടെയും ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും എല്ലാം പാപപ്രളയത്തിന്റെ ആഴങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് സാൽവേഷൻ എന്ന് പറയുന്നു. ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷന്റെ മാർഗം എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനമാണിപ്പോൾ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതര മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നതാണ് എന്റെ പ്രഭാഷണത്തിലെ വിഷയം. മനുഷ്യൻ കേവലം വികാരജീവിയോ ബുദ്ധിജീവിയോയല്ല. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മാംസളമായ ശരീരത്തോടും ലോലമായ ആത്മാവോടും ഭൂമിയോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന ശരീരത്തോടും ആകാശത്തിലേക്ക് ഉയർത്തുന്ന ആത്മാവോടും മൃഗതുല്യമായ ശരീരപ്രകൃതിയോടും മലക്കുകളോളം ഉയരാവുന്ന ആത്മാവോടും കൂടിയാണ്. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭക്ഷിക്കുവാനും ഭോഗിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല. ഹ്രസ്വവും സുദീർഘവുമായ സംവത്സരങ്ങൾ ജീവിച്ച് മണ്ണായി പുഴുക്കൾക്ക് ആഹാരമായി ശൂന്യതയിൽ ലയിച്ചു ചേരാനല്ല. കാരണം സ്വന്തത്തിനു വേണ്ടി ജീവിക്കുന്നവനും സ്വന്തം നാഥനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിലും ഹ്രസ്വമായ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്നവനും കാലഭേദങ്ങൾക്ക് അതീതമായ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെയും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിലൂടെയും മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയനഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയനഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീ